കൂട്ടായ്മകളിലുണ്ട്. ഇത് നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ദിവസം എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പേര് അശോകൻ. എല്ലാവർക്കും നമസ്കാരം. ഹായ് ഹായ്. അപ്പൊ ഇന്നത്തെ പരസ്പര ബന്ധമുള്ള 3 കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വിഷയം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് എൻ്റെ കാര്യം ആലോചിച്ചാൽ അത് തന്നെ മതി. പിന്നെ എൻ്റെ കാര്യം ആലോചിച്ച് ഷെയർ ചെയ്യുന്നതിൽ കൂടുതൽ, കാരണം ഈ വിഷയത്തിനെ കുറിച്ച് ഇവിടെ എല്ലാവരും ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും. അതായത് രോഗം എന്താണെന്നുള്ളതും, വിശ്വാസം എങ്ങനെയാണ് വന്നതെന്നുള്ളതും, അല്ലെങ്കിൽ വിശ്വാസത്തിൽ എങ്ങനെയാണ് നിൽക്കാതിരുന്ന എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, അതേപോലെ ഭയം വിശ്വാസം ഒരു നാണയത്തിന്റെ 2 വശമാണെന്നാ പറയുക. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ ഇവിടെ എല്ലാവരും വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുസ്തകത്തിനും കൂടി പല സ്ഥലങ്ങളിലും പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക്, എനിക്ക് തോന്നുന്നു, പ്രോഗ്രാമിന് ആ ഒരു അതിൻ്റെതായ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ സാമാന്യവൽക്കരിക്കുകയല്ല കേട്ടോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം എനിക്ക് ഈ രോഗമുണ്ടെന്നുള്ള മനസ്സിലാക്കിയത് ഞാൻ 93 ഞാൻ കുറിച്ച് അറിയുന്നത് ആദ്യം സംവെയർ 85 ഒരു ഇല്ലസ്ട്രേറ്റഡ് വീക്കിൽ ഇത് വായിച്ചപ്പോഴാണ്. അന്ന് പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചു. അന്ന് ഞാൻ ധരിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം അതിൽ വന്നപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചത്, മുഴുവൻ വായിച്ചില്ല. അത് എനിക്ക് വായിക്കാൻ പോയില്ല. പിന്നെ ആദ്യം കുറച്ചെന്തോ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായതുമില്ല. ഞാൻ മാറി ധരിച്ചു. അതായത് ആരും അറിയാതെ കുടിക്കുന്ന ആൾക്കാരാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഞാൻ കരുതിയത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ 93-ലായപ്പോൾ ഇന്ത്യ ടുഡേയിലാണ് ഒരു ലേഖനം വന്നത്. കവർ സ്റ്റോറി ആയിരുന്നു. അതൊരു ദിവസം ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് രാവിലെ ഒരു സൺഡേ ഒരു 9:30 ആയപ്പോൾ തന്നെ ഞങ്ങളൊരു 4-5 പേര് കൂടി കുപ്പി തുറന്ന് കുടി തുടങ്ങി. ഞാൻ ബാച്ചലറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഓർമ്മ ഈ 93 ജാനുവരി ഒക്കെ ആയിരിക്കണം എന്നുള്ള കാലഘട്ടം. ഏകദേശം ഇതൊക്കെ 92 ആയിരിക്കും. എന്തായാലും അന്ന് അവിടെ നിന്ന് ആ കുടി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആരുടെ റൂമിലാണോ പോയിരുന്നത് അവിടെ ഈ ഇന്ത്യ ടുഡേ ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് മറച്ചു നോക്കിക്കൊണ്ടാണ് ഞാൻ വായിച്ചത്. അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ കണ്ടു. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ എല്ലാം കണ്ടു. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ വായിച്ചുകൊണ്ട് തന്നെ കുടിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പൊ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളോട് ഞങ്ങൾ 4-5 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദര സ്ഥാനത്തുള്ള ഒരുത്തരാണ്. എന്നെക്കാൾ പ്രായമൊക്കെ വളരെ കുറവാണ്, 10 വയസ്സിന് താഴെ. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നോക്ക്, നമുക്കിത് വേണ്ടി വരും. അയാളെ കയ്യിലെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ അത് വേണം, എനിക്ക് വേണ്ട. വളരെ ശരിയാണെന്നുള്ള എനിക്ക് മനസ്സിലായി. കാരണം അയാളിന്നും എന്താ പറയാ, കുടിക്കാതെ വല്ലപ്പോഴൊക്കെ നിയന്ത്രിച്ച് കുടിച്ചിട്ട് വല്ല മാസത്തിൽ ഒരിക്കലൊക്കെ കുടിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്. അപ്പൊ അയാളൊക്കെ അത് വേണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് അവിടെ വെച്ച് തന്നെ ക്ലിക്ക് ചെയ്തു സംഭവം. ഞാൻ ആ ഇന്ത്യ ടുഡേ ഞാൻ ഒന്നും കൂടെയൊക്കെ വായിച്ചു. ഏകദേശം മനസ്സിൽ ഉറപ്പിച്ചു ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ എനിക്ക് എന്തെങ്കിലും കണ്ടുമുട്ടേണ്ടി വരും എന്നുള്ളത്. 93-ലാണ് നടക്കണം. പിന്നെ അവസാനം ഞാൻ 99-ല് ചികിത്സയ്ക്ക് പോയി. ചികിത്സാലയത്താണ് എനിക്ക് ഡോക്ടർ സൈക്കാട്രിസ്റ്റ് എനിക്ക് കാണിച്ചു തരുന്നത്. ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഓക്കെ, അതൊരു ഭാഗമാണ്. അപ്പൊ രോഗം എൻ്റെ അപ്പോഴേക്കും വളരെയധികം വളർന്നിരുന്നു. അപ്പൊ ഇതൊരു വളരുന്ന രോഗമാണ് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ അത് കഴിഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഷെയറിങ്ങുകളും ഇതൊക്കെ കേട്ടപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊരു പുസ്തകം ഉണ്ടെന്നുള്ള മനസ്സിലായി. ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അന്ന് എന്താണെന്ന്, ഞാൻ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യകാല സ്പോൺസറെ കിട്ടിയിരുന്നു. എൻ്റെ ആദ്യകാല സ്പോൺസറെ കിട്ടിയത് ഒരു ഭാഗ്യമായിരുന്നു. അദ്ദേഹം പല ഭാഗങ്ങളും എനിക്ക് അടയാളപ്പെടുത്തി തന്നിരുന്നു. അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിനെ കുറിച്ചുള്ള വേറെയും അന്നത്തെ കാലത്ത് ഞാൻ പറയണത് ഒരു 2006, 2007 കാലത്ത് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ആ പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് എനിക്ക്
രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു. ഒന്ന് രണ്ടോണം ബുക്ക് പോസ്റ്റായിട്ട് അയച്ചപ്പോൾ അത് മിസ്സായതിനു ശേഷം രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു. അപ്പൊ എത്രയും അതിനുവേണ്ടി പൈസയും കൂടി ചിലവാക്കിയിരുന്ന ആളാണ്. ചിലപ്പോൾ 20 പേജ് 25 പേജൊക്കെ ഉണ്ടാവും. പലയിടത്തും ഡൗൺലോഡ് ചെയ്തതാണ്. അന്നൊക്കെ ഈ ഇന്റർനെറ്റ് കഫേയിൽ പോകുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനൊരു ചാർജ്, അതിന്റെ പ്രിന്റ് ഔട്ടിന് വേറെ ചാർജ്, അങ്ങനെയൊക്കെ ആയിരുന്നു ഒന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല ഒരു ചെലവ് വന്നിരുന്ന കാലം ഒക്കെ ചെയ്തിരുന്നു. ഞാനതൊക്കെ വായിക്കുകയും ചെയ്തു. അപ്പൊ അതൊക്കെ എന്നിൽ കൂടുതൽ കൂടുതൽ ഇതുണ്ടാക്കി. ബുക്കിനോടും ഈ ഡിസീസ് ആസ്പെക്റ്റിനോട് എനിക്ക് കൂടുതൽ എന്താ പറയാ, ഒരു എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. എന്താണ് എൻ്റെ രോഗമാണെന്നൊക്കെ പലയിടത്തും പറഞ്ഞുകൊണ്ട്. അപ്പൊ രോഗത്തിന്റെ കാര്യത്തിൽ ആദ്യം ഞാനൊരു ബിഗ് ബുക്കില് ഡോക്ടേഴ്സ് ഒപ്പീനിയനില് കൂടെ പോണ സമയത്ത് ഡോക്ടറുടെ അഭിപ്രായം എന്നുള്ള അതിൽ തന്നെ അതിനെ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു അംഗത്തിന്റെ ഷെയറിംഗ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയത്. അതിനകത്ത് അദ്ദേഹം 2 സൈഡിലത്തെ കാര്യവും പറയുന്നുണ്ട്. ആൽക്കഹോളിസം എന്നുള്ള രോഗത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമ്മളുടെ ഡോക്ടറുടെ അഭിപ്രായത്തില് ഡോക്ടർ സിൽക്ക് വർത്ത് പറഞ്ഞതും, അതുപോലെ റോളൻഡ് എച്ച് എന്ന് പറഞ്ഞ ആള് മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത്, കാൾ യുങ്ങിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരുന്നു. ആ പ്രതിപാദിച്ചത് എനിക്ക് വേഗം രോഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള. അപ്പൊ എന്റെ സ്പോൺസറും പറഞ്ഞിരുന്നു ഇതൊരു 3 ഫോൾഡ് ഡിസീസാണ്, 3 മടക്കുള്ള രോഗമാണ്. അപ്പൊ എന്തൊക്കെയാണ് നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം ഫിസിക്കൽ അലർജിയാണ്. അതിനെക്കുറിച്ച് ഇവിടെ XXI എന്നുള്ള ആ പേജിൽ ബിഗ് ബുക്കിൽ പറയുന്നുണ്ട് ഡോക്ടറുടെ അഭിപ്രായത്തില്. അതായത് ഈ മദ്യപാന രോഗികൾ മദ്യത്തിന്റെ പ്രവർത്തനം ഒരുതരം ശാരീരികമായ അലർജിയുടെ രൂപത്തിലാണ്. മദ്യത്തോടുള്ള ആർത്തി ഇത്തരക്കാരിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. മറ്റു സാധാരണ മദ്യപാനികളിൽ ഈ അവസ്ഥ ഉണ്ടാകുകയില്ല. ഇങ്ങനെ അലർജി ഉള്ളവർക്ക് ഒരിക്കലും സുരക്ഷിതമായി ഏതൊരു തരത്തിലുള്ള മദ്യവും കഴിക്കാൻ സാധ്യമല്ല. അത് കഴിഞ്ഞോ ഒരിക്കൽ ഈ ശീലം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് മറികടക്കാൻ പറ്റാതെ വരുന്നു. എന്നു മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മനുഷ്യ സഹജമായ കാര്യങ്ങളിൽ ഒന്നും ഊന്നൽ നൽകാതെ അവരുടെ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുകയും അവ പരിഹരിക്കാൻ അവിശ്വസനീയമായ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും. എന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിരുന്നു. എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് പിന്നെ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർത്തിയാണ്. അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊരു ഫോൾഡായി. അടുത്ത ഒരു ഫോൾഡ് എന്താണ്? അടുത്ത ഒരു ഫോൾഡ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാൾ യുങ് പറയുന്ന ഈ റോളൻഡ് എച്ചിന് വേണ്ടിയിട്ട് കാൾ യുങ് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് അത് ആത്മീയമായ അല്ലെങ്കിൽ മാനസികമായ നമ്മളെ ഒരു മിനിറ്റ് എടുക്കാൻ ആ പേജിൽ അതിൽ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ഈ റൗളൻഡ് എച്ച് ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു വാക്കിൽ പറയാം. അതായത് ബിൽ ഡബ്ല്യുവിന് മെസ്സേജ് കൊടുത്ത ആളാണ് എബി താച്ചർ. എബി താച്ചർക്ക് മെസ്സേജ് കൊടുത്ത ആളാണ് റൗളൻഡ് എച്ച്. റൗളൻഡ് എച്ച് അന്നത്തെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ഇതായിരുന്നു. അമേരിക്കയിലത്തെ വലിയൊരു ബിസിനസ് ഫാമിലി എന്നുള്ള ആളായിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് 1930കളിലൊക്കെ അന്ന് കപ്പൽ മാത്രമേ ഉള്ളൂ. കപ്പലിൽ കയറിയിട്ട് യൂറോപ്പിൽ പോയിട്ട്, യൂറോപ്പിൽ നിന്നാണ് കോളിങ്ങിനെ കാണുന്നത്. അപ്പൊ ഇത്രയും വൻകരകളൊക്കെ അന്നത്തെ കാലത്തൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സമ്പന്നമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് ആലോചിച്ചോളൂ. ഇനി അപ്പൊ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താണ് അറിയുമോ? മനുഷ്യ ചേതനയിൽ ദൃശ്യമാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളായിട്ടാണ് ഇത്തരം അനുഭവങ്ങളെ ഞാൻ കാണുന്നത്. അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, നോക്കൂ. അതായത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ 26ാമത്തെ പേജിലാണ് നോക്കുക, സെൻട്രൽ പാരഗ്രാഫ്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ, അതായത് ഡോക്ടറോട് ഇയാൾ ചോദിക്കുകയാണ്, ഇവയെ പറ്റിയുള്ള വാസ്തവം മുഴുവൻ തുറന്നു പറയാൻ അയാൾ ഡോക്ടറോട് യാചിച്ചു. അപ്പൊ ഡോക്ടറുടെ അഭിപ്രായത്തിൽ അയാൾ ആശയറ്റ നിലയിലെത്തിക്കഴിഞ്ഞു. സമൂഹത്തിൽ അയാൾക്കുണ്ടായിരുന്ന മാന്യസ്ഥാനം ഇനി വീണ്ടെടുക്കാൻ സാധിക്കുകയില്ലെന്നും ദീർഘനാൾ ജീവിക്കുകയാണെങ്കിൽ മുറിയിൽ ബന്ധനസ്ഥനായിരിക്കുകയോ അല്ലെങ്കിൽ സ്വരക്ഷയ്ക്ക് വേണ്ടി
രക്ഷകനെ നിയമിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും അഭിപ്രായപ്പെട്ടു. പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ അഭിപ്രായമാണിതെന്ന് ഓർക്കണം. ആരാണ് കാളിയുങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകത്തിലെ പുതിയ അതായത് ആധുനിക മനഃശാസ്ത്രത്തിന്റെ സത്യം പറഞ്ഞ പിതാക്കന്മാരെന്നൊക്കെ പറയുന്നതിൽ ഒരാളാണ്. ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരുന്നു, ഒന്ന് ഇദ്ദേഹമാണ്. ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് കണക്കാക്കുന്നത് ലോകം തന്നെ. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മീയ സഹായം കൂടാതെ ഞങ്ങൾക്ക് ഇതിന് സാധിക്കുമെന്ന് മദ്യപാനാസക്തരായ ചില വായനക്കാർക്ക് തോന്നിയേക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് എനിക്കും തോന്നിയിരുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹിതനും അയാളുടെ ഡോക്ടറും തമ്മിലുള്ള ഉണ്ടായ സംഭാഷണത്തിന്റെ ബാക്കി ഭാഗം കൂടി പറയാം. ഡോക്ടർ പറഞ്ഞു, ആശയറ്റ സ്ഥിതിയിലെത്തിയ ഒരു മദ്യപാനാസക്തന്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഇത്തരം മാനസികാവസ്ഥയിലെത്തിയ ഒരാളും രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്നോടും ഇതേപോലെ സമാനമായ കാര്യങ്ങൾ എന്നെ ചികിത്സിച്ച സൈക്കാട്രിസ്റ്റ് 99 പറയുണ്ടായി. ഇനി അപ്പോ ഇത് കഴിഞ്ഞിട്ടോ, ഇത് കേട്ടപ്പോൾ തന്നെ ഉള്ളിലാക്കി നരകത്തിന്റെ വാതിൽ കൊട്ടിയടച്ച പ്രതീതി നമ്മുടെ സ്നേഹിതനുണ്ടായി. സ്നേഹിതൻ ചോദിച്ചു, ഈ പറഞ്ഞതിന് അപവാദങ്ങൾ ഇല്ലേ ഡോക്ടർ? ഡോക്ടർ മറുപടി നൽകി, ഉവ്വ്, അപവാദങ്ങൾ ഉണ്ട്. ആദിമകാലം മുതൽ നിങ്ങളുടേതു മാതിരിയുള്ള കേസുകളിൽ അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഇവിടെയും വല്ലപ്പോഴും മദ്യപാനാസക്തർക്ക് കാതലായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യചേതനയിൽ ദൃശ്യമാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളായിട്ടാണ് ഇത്തരം അനുഭവങ്ങളെ ഞാൻ കാണുന്നത്. വളരെ ബൃഹത്തായ വൈകാരികമായ മാറ്റിമറയ്ക്കലായോ പുനഃക്രമീകരണങ്ങളായോ ആണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത്. നോക്കൂ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു മാനസികമായ ഒരു മാറ്റിമറയ്ക്കലിന് വിധേയനാണ്, വൈകാരിക പുനഃക്രമീകരണം. അങ്ങനെയായിട്ടാണ് ഈ ആത്മീയ അനുഭവത്തിനെ കുറിച്ച് കാണപ്പെടുന്നത്. ഇത് അനുഭവപ്പെടുന്ന ആളിനെ നാളിതുവരെ നയിച്ചിരുന്ന ആശയങ്ങളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും പെട്ടെന്ന് തട്ടിമാറ്റിക്കൊണ്ട് നൂതനങ്ങളായ ഒരു പറ്റം ധാരണകളും ഉദ്ദേശങ്ങളും അവനെ നിയന്ത്രിക്കാൻ ഇടവരുന്നു. വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വൈകാരിക പുനഃക്രമീകരണം നിങ്ങളിലും ഉണ്ടാക്കുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതങ്ങനെ പോവണം ആ പേജ്, ആ ഭാഗങ്ങൾ. ഇവിടെ 2 ഫോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? മാനസികമായ ഒരു പീഡ, ഒരു മെന്റൽ ഒബ്സഷൻ എന്ന് പറയും. അതാണ് കാളിയുങ് പറഞ്ഞത്. നമുക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ മിക്കവരും അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് കുറച്ചു കാലം കുടി നിർത്തും, പിന്നെയും ഒരു കാരണമില്ലാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സങ്കല്പിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയില്ല അടുത്ത കുടി എങ്ങനെയാണ് കുടിച്ചതെന്ന്. കുടിച്ചതിന് ശേഷം അത്ഭുതപ്പെടുക, ഞാൻ എങ്ങനെ കുടിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ആ മാനസികമായ പീഡ നമ്മളെ കൊടിയേലേക്ക് കൊണ്ടുപോകണം. എന്നിട്ടോ ഒരു 30 ml അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് അടുത്ത ഈ ആർത്തി എന്ന് പറഞ്ഞ ശാരീരികമായ അലർജി രൂപം. അപ്പൊ ഈ 2 കാര്യമാണ്. അപ്പൊ മാനസികമായ പീഡയെ തടഞ്ഞു നിർത്തിയാൽ ശാരീരികമായ അലർജി വരുന്നില്ല. അതുകൊണ്ടാണല്ലോ മദ്യം കുടിക്കാത്ത ആർക്കും മദ്യാസക്തി ഇല്ലല്ലോ. മദ്യം കുടിച്ചു നോക്കണവർക്ക് മാത്രമല്ലേ മദ്യാസക്തി ഇല്ലു. അതിന്റെ കാരണം തന്നെ അല്ലേ. അപ്പൊ മാനസികമായ അതിനെ തടഞ്ഞു നിർത്തണം. അപ്പൊ ഇതിന്റെ 3ാമത്തെ ഫോൾഡിലേക്ക് നമ്മൾ പോകണം, രോഗത്തിന്റെ. അത് ഇവിടെ പറയുന്നുണ്ട്. നമ്മളുടെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള 5ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 63ാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ്. വിദ്വേഷമാണ് പ്രധാന ശത്രുവിന് തുടങ്ങുന്ന അത് അമിത മദ്യപാന രോഗികളെ മറ്റെന്തിനേക്കാൾ കൂടുതൽ നശിപ്പിക്കുന്നു. നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ. എല്ലാ ആത്മീയ രോഗങ്ങളെയും ആരംഭം മുഴുവനാണ്. അവിടെയാണ് ആത്മീയ രോഗം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വരുന്നത്. കാരണം ഇനി പറയുന്നതാണ്, ഞങ്ങൾ ശാരീരികമായും മാനസികമായും മാത്രം രോഗമുള്ളവരായിരുന്നില്ല, മറിച്ച് ആത്മീയമായ രോഗബാധയുള്ളവർ കൂടിയായിരുന്നു. അപ്പോൾ ശാരീരികവും മാനസികവും മാത്രമല്ല, ആത്മീയമായ ഒരു രോഗമുണ്ട്. ഇനി പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അടുത്ത വരി പ്രിന്റഡ് മിസ്റ്റേക്ക് ഉണ്ട്, അതിനെ ഞാൻ വായിക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ആത്മീയമായ വ്യാധിയെ തരണം ചെയ്യുമ്പോൾ ഞങ്ങൾ മാനസികവും ശാരീരികവുമായി ശരിയാകും. മാനസികമായും ശാരീരികവും. അപ്പൊ ആത്മീയമായ വ്യാധിയെ തരണം ചെയ്യുമ്പോൾ മാനസികമായി ആദ്യം ശരിയാവും. മാനസികമായി ശരിയായി കഴിഞ്ഞാൽ ഗുണം എന്താണ്? മാനസികമായ പീഡ ഉണ്ടാവില്ല. ആ പീഡ ഇല്ലെങ്കിൽ എന്തിനു കുടിക്കില്ല, ആദ്യത്തെ കുടി കുടിക്കില്ല. ആദ്യത്തെ കുടി കുടിച്ചാൽ ആണ് ഈ ശാരീരികമായ പ്രശ്നം വരുന്നത്. അപ്പൊ അതിനായിട്ട് ആത്മീയമായ വ്യാധിയെ തരണം ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് രോഗം. വളരെ സിമ്പിളാണ്. ഇതിനെ ഒരിക്കലും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
പല നമ്മൾ അതൊന്നും എക്കാരുടെ കാര്യമല്ല. റിസർച്ച് ചെയ്യുന്നവരും സയന്റിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഡോക്ടർമാരും ഒക്കെ പലതും അതിന്റെ റിസർച്ചുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവർ പറഞ്ഞൊക്കെ കേൾക്കാം. നമ്മളെ സംബന്ധിച്ചുള്ള അനുഭവത്താണ്. എന്താണ് എൻ്റെ പ്രശ്നം? എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, കുടിക്കാതിരിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കുടിക്കാതിരുന്ന എന്തെങ്കിലും കാരണമായിട്ട് ഞാൻ കുടിക്കാൻ പോകും. കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുടിക്കാനും പറ്റാതെ. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ ഇതാണ് ഈ രോഗാവസ്ഥ എന്ന് ഇതില് മെയിനായിട്ട് എന്താ പറയുക ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രോഗത്തിന് തടഞ്ഞു നിർത്താനായിട്ടുള്ള പിന്നീടുള്ള 12 പടികളിലൂടെയുള്ള ആ ആത്മീയ യാത്ര, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുള്ള ജീവിതചര്യ, ഇതാണ് എ ശരിക്കും വിഭാവനം ചെയ്തത്. അപ്പൊ രോഗം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റൂ. അവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ പടി. നമ്മൾ സാധാരണഗതിയിൽ മീറ്റിങ്ങിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഷെയറിങ് തുടങ്ങുമ്പോൾ ഞാൻ അവരുടെ വ്യത്യാസത്തിനാണെന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഒന്നാമത്തെ പടി കൂടെ ഓട്ടോമാറ്റിക്കലി ഈ രോഗാവസ്ഥ ഉള്ള ആളാണ് ഞാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. വെള്ളം കുടിക്കുന്നത്. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. ഇനിയോ അത് കഴിഞ്ഞു. അപ്പോ ഒന്നാം പടിയെ കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അതിനിടയ്ക്ക് റോളണ്ട് സാറിനോട് ശരിക്കും പറഞ്ഞ വേറെ ഇതിപ്പോ ബിഗ് ബുക്കിൽ അതിനൊക്കെ പാരാഫ്രൈസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് കാരണം 100 പേര് എഴുതിയ കാര്യമാണല്ലോ, കാര്യം എഴുതിയെന്നുള്ളൂ. പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് കളക്ട് ചെയ്തതാണ് എന്താണ് കാളിയുങ് പറഞ്ഞ വാചകം റോളണ്ട് അച്ഛനോട്. അതും കൂടി ഞാൻ ഒന്ന് പറയാം. Dr. Carl Jung told Roland H., I believe that every human being has an inner search for wholeness. I have never been able to help a person who found their wholeness in alcohol. It requires a power greater than human power. I think God created us with that emptiness, so we would find it has to be filled by spirituality. ഇതാണ് പറഞ്ഞ. അതായത് എന്താ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ റൗളണ്ട് അച്ഛനോട് പറഞ്ഞാണ് ഞാൻ വിശ്വസിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും അവനവന്റെ അകത്ത് ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. എന്തിന്? ഒരു പൂർണ്ണതയ്ക്കായിട്ടുള്ള അന്വേഷണം ഓരോ മനുഷ്യനും നടത്തുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ആ പൂർണ്ണതയെ ആൽക്കഹോളിൽ കണ്ടെത്തിയ ഒരു മനുഷ്യനെ സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല. അതായത് ഓരോ മനുഷ്യനും ഒരു പൂർണ്ണതയെ ദർശിക്കുന്നുണ്ട് അകത്ത്, അല്ലെങ്കിൽ ദർശിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ പൂർണ്ണതയെ ആൽക്കഹോളിൽ മദ്യത്തിൽ കണ്ടെത്തിയ ഒരാളെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിന് എന്താണ് വേണ്ടതെന്നുണ്ട്? തന്നെക്കാൾ ആ വലിയൊരു ശക്തിയുടെ ആവശ്യം വരും. ഇനി പറയുന്നത്, I think God created us with that emptiness, so we would find it has to be filled by spirituality. അപ്പൊ നമുക്ക് ആ ഒരു ഈ ഹോൾനെസ് എന്ന് പറഞ്ഞ ഒരു എംപ്റ്റിനെസ്സും കൂടിയാണ്. അതിനെ നമ്മൾ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞാൽ ശൂന്യത. ആ ശൂന്യതയിലാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ശൂന്യതയോട് കൂടി, അവനവന്റെ ഉള്ളിലെ ശൂന്യതയോട് കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടിച്ച ശൂന്യത എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശൂന്യതയിൽ നമ്മളുടെ ആത്മീയതയെ നിറയ്ക്കേണ്ടിയിരിക്കും. ഇങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വേറെ സ്ഥലത്ത് ഞാൻ കളക്ട് ചെയ്തതാണ്. എന്തായാലും അതെന്തോ ആയിക്കോട്ടെ, അത് ശരിയാണോ ഇത് തന്നെ വാചകം പറഞ്ഞ് നമുക്കറിയില്ല. പക്ഷെ ഐഡിയ ഇവിടെ തന്നെ മനസ്സിലായി. രണ്ടാമത്തെ പടിയിലേക്കുള്ള കാര്യം മനസ്സിലായി. വിശ്വാസം വേണം. കാരണം ഇതിൽ പറയുന്നുണ്ട് തന്നെക്കാൾ വലിയൊരു ശക്തിയിൽ കാണണം. ഇത് തന്നെയാണ് എബി താച്ചർ ബിൽ ഡബ്ല്യുവിന് സന്ദേശം കൊടുക്കാൻ വന്ന സമയത്ത് പറഞ്ഞത്. കാര്യം ഇത് തന്നെയാണ്. തന്നേക്കാൾ വലിയൊരു ശക്തി എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് വരാതെ യാതൊരു രക്ഷയില്ല. അത് ദൈവം എന്നോ എന്ത് വേണം നിങ്ങൾ വിളിച്ചോളൂ, പക്ഷെ അതിന് തന്നേക്കാൾ വലിയ ആ ഒരു വിശ്വാസം വേണം. ഇനി ഇവിടെ തന്നെ ഒന്നാം പടിയിലെ
കാര്യത്തിലെ ഒരു സറണ്ടർ വന്നാൽ മാത്രമേ വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റൂ. അപ്പോ നോക്കാം. ഒരു നൂതനാശയം എന്ന അപ്പോൾ കാണപ്പെട്ട ഒരു കാര്യം എൻ്റെ സ്നേഹിതൻ നിർദ്ദേശിച്ചു. പേജ് 12 കേട്ടോ, ബിഗ് ബുക്ക്. നിന്റെ തന്നെ ധാരണയിലുള്ള ദൈവത്തെ എന്തുകൊണ്ട് നിനക്ക് തിരഞ്ഞെടുത്തു? ഈ ഒരു ചോദ്യം, ഇവിടെയാണ് എയുടെ ഫൗണ്ടേഷൻ വരുന്നത്, എയുടെ സ്പിരിച്വാലിറ്റിയുടെ ഫൗണ്ടേഷൻ വരുന്നത്. അവനവൻ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ധാരണ, ഇത് കോളിംഗ് പറഞ്ഞു തന്നെയാണ്. ഓരോരുത്തരുടെ ഉള്ളിലും ഒരു എംപ്റ്റിനെസ് ഉണ്ട്, ഒരു ശൂന്യത ഉണ്ട്. ആ ശൂന്യതയിൽ ആത്മീയത നിറയ്ക്കേണ്ടി വരുന്നു. ആ നിറയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ദൈവം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചതെന്നാണ് ആ ശൂന്യതയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ അറിവുകളും എല്ലാ ഇതുങ്ങളും നിറച്ചുകൊണ്ട് തന്നെ എല്ലാവരും സൃഷ്ടിക്കായിരുന്നില്ലേ? ആയിരിക്കില്ല. അത് തന്നെയാണ് ഇവിടെ വീണ്ടും ഈ ബിൽ ഡബ്ല്യുവിന് സന്ദേശം കൊടുക്കാനെത്തിയ എബി താച്ചർ പറഞ്ഞിട്ട്. ഇനി ഇതേക്കുറിച്ച് പറയുമ്പോൾ, വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ, അതിഗംഭീരമായ ബിൽ ഡബ്ല്യുവിന്റെ 1960കളുടെ ആദ്യത്തിൽ എഴുതിയ കുറച്ച് ലേഖനങ്ങളുണ്ട്. ഗ്രേപ്പ് വൈനിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ അതുണ്ട്. 1961-62 കാലഘട്ടങ്ങളിൽ എഴുതിയതാണ്. അതില് ഒരു ലേഖനമാണ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റാൻഡ് ഹിം, ദ ഡയലമ ഓഫ് നോ ഫെയ്ത്ത്. അത് 251 പേജാണ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ പുസ്തകം. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് വൈനിലുള്ള ബിൽ ഡബ്ല്യുവിന്റെ മിക്കവാറും ലേഖനങ്ങളുടെ എല്ലാം കളക്ഷൻസ് ആണ്. അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഒരു 5 ലേഖനങ്ങള് വളരെ ഗംഭീരമായിട്ടുള്ളതാണ് ബിൽ ഡബ്ല്യുവിന്റെ. അപ്പോ അതില് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണെന്നുള്ളത് വിശ്വാസത്തിന് രസകരമായിട്ടാണ് ബിൽ ഡബ്ല്യു അത് എടുത്തിട്ടുള്ളത്. വളരെ രസകരമായിട്ട് ഇതിൽ നിന്നും ആസ്വെൽ സിസിറ്റിലേക്കും നമ്മുടെ ഡെയിലി റിഫ്ലക്ഷനിലേക്കും ഒക്കെ ചില സ്ഥലത്തൊക്കെ എടുത്തിട്ടുണ്ട്. കോട്ടിങ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കോഴിക്കോട് സിറ്റി ഗ്രൂപ്പ്, കോഴിക്കോട് സിറ്റി ഭാഗത്തുള്ളവർക്ക് അറിയാം. എല്ലാ വെള്ളിയാഴ്ചയാണെന്ന് എൻ്റെ ഓർമ്മ. മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ അപ്പുറത്തുള്ള പള്ളിയിലാണ്, പള്ളിയുടെ ആ സ്കൂളിന്റെ റൂമിലാണ് സിറ്റി ഗ്രൂപ്പ് കൂടുക. സിറ്റി ഗ്രൂപ്പുകാര് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 2000 ആ കാലഘട്ടങ്ങളിൽ 2004 2005 ആയിരിക്കണം, ഈ 5 ലേഖനങ്ങളെയും പരിഭാഷപ്പെടുത്തിയിട്ട് മലയാളത്തിലുള്ള കൈപ്പുസ്തകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എയുടെ സഹസ്ഥാപകനായ ബിൽ ഡബ്ല്യുവിന്റെ എപ്പോഴും ആവശ്യപ്പെടുന്ന ഏറ്റവും നല്ല 5 ലേഖനങ്ങളുടെ സംക്ഷിപ്ത രൂപം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്, അത് മുഴുവനായി കൊടുത്ത കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാൽ കൂടി ഒരുവിധം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആശയങ്ങളാണല്ലോ കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനെ വന്നിട്ട് അത് ഇതൊക്കെയാണ്. ഒന്ന് വിശ്വാസത്തിനെ കുറിച്ച്, ഭയം, സത്യസന്ധത, എളിമ, സ്നേഹം, ഇതില്. അപ്പൊ ഈ വിശ്വാസത്തിനെ കുറിച്ചുള്ളത് ഈ ലേഖനമാണ്. ഏപ്രിൽ 1961 ഗ്രേപ്പ് വൈനിൽ വന്ന ലേഖനം. ഇതില് 2-3 ഞാനിത് എന്തിനത് എടുത്തെന്നുണ്ടെങ്കിൽ, നമ്മളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആവർത്തിക്കരുത്. എയുടെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ തന്നേക്കാൾ വലിയൊരു ശക്തി, ഇത് മാത്രമേ പറയുന്നുള്ളൂ എയിൽ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. പക്ഷേ പലപ്പോഴും എന്താണ് സംഭവിക്കാറ്, നമ്മള് ഗ്രൂപ്പുകളിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ വരിക, അവരെ പലപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കാനോ ചേർത്ത് പിടിക്കാനോ ശ്രമിക്കാറില്ല എന്നൊരു അഭിപ്രായമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഒരു കാലം വരെ വളരെയധികം ശരിയായി. കാരണം ഈവൻ ഞാൻ വിധിക്കാറുണ്ട്, ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്ത ആള് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനെയുള്ള എത്രയോ പേര് രക്ഷപ്പെട്ടിട്ട് പിന്നീട് അവർ വിശ്വാസിയായി മാറി ഒക്കെ അറിയാം, അനുഭവം. അപ്പൊ നോക്കൂ,
ഇതിൽ തുടങ്ങുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം എന്ന ആശയം എയിൽ പരമപ്രധാനമാണ്. ഞാൻ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ടാവുകൊണ്ട് അത് തന്നെയാണ് വായിക്കുന്നത്. ആ ലേഖന ഇംഗ്ലീഷിലുള്ള ലേഖനമല്ല. എന്നിട്ട് പറയാണ് അത് പരമപ്രധാനമാണ്. ദൈവം എന്ന ആശ്രയം എയിൽ പരമപ്രധാനമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം ഏതുതരം വിശ്വാസവും വിശ്വാസ തീവ്രതയുടെ ഏറ്റക്കുറച്ചിലുകളും ഓരോ വ്യക്തിക്കും തനതായ വിശ്വാസം തിരഞ്ഞെടുക്കാനും വച്ചു പുലർത്താനുമുള്ള അവകാശവും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഒരു മഹത് ശക്തി അഥവാ നമ്മളെക്കാൾ വലിയൊരു ശക്തി എന്ന ആശയം ഇതിൽ നിന്നും ഒട്ടും പിന്നിലല്ല. ഈ ആദർശം ഏത് നിരീശ്വരവാദിക്കും സംശയാലുവിനും വിശ്വാസ തലത്തിലേക്ക് തൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കുവാനുള്ള ഒരു പടിവാതിലായി പരിണമിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. എന്നിട്ട് സംഭവിക്കുന്ന എന്താണ്? ഇനി ഇതേ ലേഖനത്തിന്റെ കുറച്ചും കൂടി ഒരു 2-3 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അവിശ്വാസം എന്ന പ്രശ്നത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ നമുക്ക് വീക്ഷിക്കാം. കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 3,50,000 പേർ, അന്നത്തെ 1961 കാര്യമാണ്, 61 കണക്കാം, സുഖം പ്രാപിച്ചു. എന്നാൽ ഏകദേശം 5 ലക്ഷം ആളുകൾ നമുക്കിടയിലേക്ക് കടന്നു വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കം കുറിക്കാൻ പോലും പലർക്കും കഴിഞ്ഞില്ല. മറ്റു പലർക്കും തങ്ങളുടെ മദ്യാസക്തിയെ അംഗീകരിക്കുവാൻ സാധിച്ചില്ല അഥവാ കൂട്ടാക്കിയില്ല. വേറെ ചിലർക്ക് തങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവർ മറ്റു പല ഘടകങ്ങളാലും പിന്തിരിഞ്ഞു. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി പറയുന്ന പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരാജയങ്ങൾ നവാഗതരുടെ തന്നെ കുറ്റവും കുറവും കൊണ്ടാണെന്ന് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. മനസ്സിലായോ? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പുതുതായിട്ട് വന്ന ആൾക്കാരുടെ കുറ്റം കുറവുകൊണ്ട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഇല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും ആവശ്യമായി വരുന്ന സ്പോൺസർഷിപ്പ് വേണ്ട അവസരത്തിൽ ലഭിക്കാതെ പോയി. നമുക്ക് നൽകാമായിരുന്നതും അവർക്ക് ആവശ്യമായിരുന്നതുമായ ആശയവിനിമയം ഇല്ലാതെ അങ്ങനെ അവർ പരാജിതരായി. ഒരുപക്ഷെ അവിശ്വാസത്തിന്റെ പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടുന്നവരുമായി ആഴത്തിലൊരു ബന്ധം മെനഞ്ഞെടുക്കുവാൻ നാം മെനക്കെടാറില്ല. വളരെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കൊക്കെ ഒരു ആത്മപരിശോധനയ്ക്ക് ആവശ്യമാണ്. അപ്പൊ വിശ്വാസം എന്താണെന്നുള്ളതിനേക്കാൾ ഇത് അറിയണം നമ്മൾ, ഏൽ വീക്ഷിക്കുന്ന വിശ്വാസം. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ അയാൾക്ക് വേറെ എന്തെങ്കിലും കുറവുകളോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വേണ്ടത്ര ആവശ്യമായി ഉള്ള ആശയവിനിമയം ശരിയായില്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതിന് ഒരു കാര്യം പറയാണ്. പലപ്പോഴും ഷെയറിങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ എന്ന് ഞാൻ പറയില്ല, നമ്മൾ ചിലരെങ്കിലും, ഈ നിമിഷത്തിൽ പോലും എനിക്കറിയാം ഞാൻ പഴയ അസഹിഷ്ണുതാ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. RW പറയാം, ഞാൻ ചെയ്യും പോലെ ചെയ്യൂ, ഞാൻ വിശ്വസിക്കും പോലെ വിശ്വസിക്കൂ. അല്ലെങ്കിൽ ഇത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഞാനത് പറയാറില്ല. കേൾക്കുമ്പോൾ ഞാൻ അവിടെ വെച്ചും പിന്നീട് ഞാൻ തിരുത്താനും പോകാറുണ്ട്. അതൊക്കെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം അത് പലരും വന്ന് വിശ്വാസത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് അവനവൻ അമ്പലത്തിൽ പോയതും അവനവൻ മന്ത്രം ജപിച്ചതും അവനവൻ പൂജ ചെയ്തതും അവനവൻ വല്ലതും ചെയ്തതും അല്ലെങ്കിൽ ചിലർ പള്ളി പോയതും അത് കാര്യങ്ങളും ഇതാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനു പറയണു? ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം കൊണ്ട് വന്നു എന്നുള്ള നിലയ്ക്ക് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഈ പുതുതായിട്ടിപ്പോ ഒരു അജ്ഞേയവാദിയോ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയോ വരണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യമേ പറയും ഞാൻ വന്ന സ്ഥലം തെറ്റിപ്പോയി. അല്ലെങ്കിൽ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, ഇവിടെ എന്തോ മതപരിവർത്തനം നടത്താനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് ബലപ്പെടുള്ളൂ ഓരോരുത്തരും അവരവരുടെ ദൈവത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ തന്നെ ഒരു ഉദാഹരണമായിട്ടൊരു കഥ പറയുന്നത്, ഞാനത് ജസ്റ്റ് വായിക്കാം. ആത്മീയ അഹംഭാവത്തിന് നൽകേണ്ടി വരുന്ന ഉയർന്ന വിലയുടെ ഒരു പുത്തൻ ഉദാഹരണം ഇതാണ്. ദൃഢചിത്തനായ ഒരുവനെ അവന്റെ ആദ്യ മീറ്റിംഗിലേക്ക് കൊണ്ടുവരികയുണ്ടായി.
ആദ്യ പ്രഭാഷകൻ തന്റെ തന്നെ മദ്യപാന രീതികളെ കുറിച്ച് പ്രധാനമായും പരാമർശിക്കുകയുണ്ട്. ഈ വ്യക്തി ആകർഷിതനായ പോലെ കണ്ടു. അടുത്ത രണ്ടുപേരും അവരുടെ ഭാഷണങ്ങൾ ദൈവം ഞാൻ മനസ്സിലാക്കിയ പോലെ എന്ന വിഷയത്തിൽ ഊന്നൽ കൊടുത്താണ് പറയുകയുണ്ടായത്. ഇവയും നന്നാകുമായിരുന്നു, എന്നാൽ തീർച്ചയായും അന്ന് അങ്ങനെ ഉണ്ടായില്ല. പ്രശ്നം ഈ വിഷയത്തോടുള്ള അവരുടെ മനോഭാവമായിരുന്നു. അവർ അവരുടെ അനുഭവം അവതരിപ്പിച്ച രീതിയും അതായിരുന്നു. അക്രമഭാവം ആ വാക്കുകളിലേക്ക് ഊറിക്കൂടി. എന്തിന്? അവസാനത്തെ പ്രാസംഗികൻ തന്റെ വ്യക്തിപരമായ ദൈവശാസ്ത്ര ബോധങ്ങളിലേക്ക് പ്രഭാഷണത്തെ നയിക്കുക വരെ ചെയ്തു. ഏറ്റവും ആത്മാർത്ഥമായി അവർ അവന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രഭാഷണം ആവർത്തിക്കുകയായിരുന്നു. അവർ എന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രഭാഷണം ആവർത്തിക്കുകയായിരുന്നു. പറഞ്ഞില്ലെങ്കിലും അവരുടെ ഓരോ വാക്കിലും ഒളിഞ്ഞിരുന്നത് ഒരേ ആശയമായിരുന്നു. കൂട്ടരെ, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ. എയുടെ മാർഗം ഞങ്ങളാണ്. നിങ്ങൾക്ക് നല്ലത് അത് സ്വീകരിക്കൂ എന്നതാണ്. എന്നിട്ടോ ഈ പുത്തൻ അതിഥിക്ക് എന്ത് സംഭവിച്ചു? അയാൾ അത് കൈക്കൊണ്ട് കഴിഞ്ഞു എന്ന് അഭിപ്രായപ്പെട്ടു. അയാൾ അത് കൈക്കൊണ്ട് കഴിഞ്ഞിരുന്നു. ഏത് രീതിയിൽ നോക്കാം. ഇത് യഥാർത്ഥ അല്ലെന്ന് അയാളുടെ പ്രായോജകൻ സ്പോൺസർ പ്രതിഷേധ സ്വരം ഉയർത്തി. പക്ഷെ ഏറെ വൈകിപ്പോയിരുന്നു. അതിനുശേഷം അയാളെ ആർക്കും സ്പർശിക്കാൻ സാധിച്ചില്ല. തന്റെ രീതികൾക്ക് ജാമ്യമായി അയാൾക്കും ഒന്നാന്തരം ഒരു വാദം ലഭിച്ചു കഴിഞ്ഞിരുന്നു. അവസാനത്തെ വാർത്ത അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് അധികം തടസ്സമില്ലെന്നാണ് അറിയുന്നത്. ഇതാണ്. ഇനി അത് കഴിഞ്ഞ് ബിൽഡബ്ല്യുവിന്റെ ഒരു അനുഭവം കൂടി പറയുന്നുണ്ട്. നേരിട്ടുള്ള അനുഭവം ബിൽഡബ്ല്യുവിന്റെ. ഇതൊരു AI മീറ്റിംഗിൽ നടന്ന അനുഭവമാണ്. മറ്റത് ഒരാളെ കാണാൻ പോയിരിക്കുന്നു 12ാം പടി മെസ്സേജ് കൊടുക്കാനായിട്ട്. അങ്ങനെ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റി? അവരൊരു ഡോക്ടറായിരുന്നു. അത് അവരുടെ വളരെ പേര് കേട്ട ഒരു കുടുംബമായിരുന്നു. ബോസ്റ്റണില് ഹാർവാർഡിലൊക്കെ വിദ്യാഭ്യാസം കഴിച്ച ഒരാള്. എന്നിട്ട് അവിടെ ആ ഡോക്ടർ ഒരു മിനിറ്റ്. അപ്പോ ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ AA ഫെലോഷിപ്പിനെ കുറിച്ചും ഇതൊക്കെയാണ് ബിൽഡബ്ല്യു പറഞ്ഞിരുന്ന സംഭാഷണം. മിക്കവാറും ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിരുന്നാലും ഡോക്ടറും പത്നിയും എന്റെ സംഭാഷണത്തിൽ ആകർഷകരായി കാണപ്പെടുകയും എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. പക്ഷെ അവയിലൊന്ന് എന്നിൽ അയാൾ അവിശ്വാസിയോ നാസ്തികനോ ആണെന്ന് സംശയം ജനിപ്പിക്കാനിടയായി. അപ്പൊ അയാൾ അവിശ്വാസിയോ നാസ്തികനാണോ എന്നുള്ള ഒരു സംശയം വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ബിൽഡബ്ല്യുവിന്റെ ആ ഷെയറിങ്ങിന്റെ ടോൺ മാറി, അല്ലെങ്കിൽ അതിന്റെ രീതി മാറി, അതിന്റെ റൂട്ട് മാറി. നിശ്ചയമായും ഇതെന്നെ ഉത്തേജിപ്പിച്ചു. അദ്ദേഹത്തെ ആ നിമിഷം അവിടെ വെച്ച് തന്നെ വിശ്വാസിയാക്കി മാറ്റാൻ ഞാൻ തുനിഞ്ഞിറങ്ങി. ജാഗരൂകമായ ഗൗരവഭാവത്തോടെ ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഗംഭീരമായ ആത്മീയ അനുഭവങ്ങളെ പറ്റി വാതോരാതെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല. അയാളെ ഉപദേശിച്ച് അയാളെ എന്താ പറയുക, വലിയ തത്വബോധമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രമിച്ചു. അവസാനം ഉണ്ടായത് എന്താണെന്നുണ്ടെങ്കിൽ അയാള് മരിച്ചു. പിന്നീട് അയാൾ മരിച്ചതിന് ശേഷമാണ്, ഞാൻ പെട്ടെന്ന് പറയാം, അയാളുടെ ഭാര്യ കാണുന്നത്. മേരി എന്നാണ് ഭാര്യയുടെ പേര്. മേരിയെ കണ്ടപ്പോ ബിൽഡബ്ല്യുവിനോട് മേരി പറഞ്ഞു എന്താണെന്നുള്ളത്. അതായത് ഇദ്ദേഹം മരിക്കാനുള്ള കാരണം വേറെ പല രോഗങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവർ ബുദ്ധിമുട്ടൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഇത് എന്താ പറയുക, വളരെയധികം സേവനം ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാള് സമൂഹത്തിന് വേണ്ടിയിട്ട്. ഇനി ഇത് ആത്മീയമായ വിലപിടിപ്പുള്ള ജീവിതം നയിച്ച ഒരുവിന്റെ കഥയാണ്. മുഖമുദ്രകൾ ഇവയൊക്കെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്? സരസത, ക്ഷമ, മാന്യത, ധൈര്യം, വിനയം, ആത്മാർത്ഥത, നിസ്വാർത്ഥത, പിന്നെ സ്നേഹവും. ഇത്രയും ഇതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഡോക്ടറെ ആയിട്ടുള്ള ഒരു മനുഷ്യനോട് ബിൽഡബ്ല്യു അവനവന്റെ വിശ്വാസത്തിന്റെ അങ്ങനത്തെ അനുഭവങ്ങളും ഇതൊക്കെ പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് വന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് ഹൃദ്രോഗം വേറെ പലതും ഉണ്ടായിരുന്നു, മരിച്ചു. അപ്പൊ അത് നഷ്ടപ്പെടുക. അപ്പൊ ബിൽഡബ്ല്യു അവിടെ പറയുന്നത് ആരാണ് എന്താണെന്ന് അറിയാണ്ട് എനിക്ക് കിട്ടിയ ഒരു ചെറിയ അനുഭവത്തിന്റെ പേരിൽ എന്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അവരൊരു ഇത് തന്നെ വിട്ടുപോയത് എന്നുള്ള ഒരു പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു കാലമാണ്. ഇനി പറഞ്ഞെന്താ, മേരി 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളോട് ഈ കഥ പറഞ്ഞത്. അന്ന് ആദ്യമായി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഉത്തരവാദിത്വമില്ലാത്ത വിശ്വാസം എത്രമാത്രം ജഡമാകാമെന്ന വെളിപാട് എനിക്ക് ഉണ്ടായി. അത് പറയാൻ വേണ്ടിയിട്ടാണ് BW ഈ ഉദാഹരണം പറഞ്ഞത്. അതായത് നമ്മളുടെ വിശ്വാസവും നമുക്ക് ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, ഉത്തരവാദിത്വത്തോട് സംസാരിക്കും. അപ്പൊ ഉത്തരവാദിത്വമില്ലാത്ത വിശ്വാസം എത്രമാത്രം ജഡമാകാം. അതായത് ഒരു കാര്യം ഉണ്ടായില്ലോ, അവനവന്റെ ഇത് പറഞ്ഞോണ്ട് വെളിപാട് എനിക്കുണ്ടായി. ഡോക്ടർക്ക് തന്റെ ആദർശങ്ങളിൽ ഉലർച്ചിൽ തട്ടാത്ത തരത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ അദ്ദേഹം വിനയവും ജ്ഞാനവും ഉത്തരവാദിത്വവും പരിശീലിച്ചു. അത് അദ്ദേഹത്തെ ഉദാത്തമായ ഒരു ഉദാഹരണമാക്കി മാറ്റുകയും ചെയ്തു. അദ്ദേഹം അതിൽ നിന്നു. അങ്ങനത്തെ ഒരാളാണ്. നമ്മളുടെ പലപ്പോഴുള്ള ഷെയറിങ്ങുകളിലൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഇത് കൂടി പറയാൻ വേണ്ടി, കാരണം ഈ വിശ്വാസം എന്നുള്ളത് ഇത് ഓരോ വ്യക്തിഗതമായ കാര്യമാണ്. ആ വിശ്വാസത്തിന് പറയാം, എനിക്ക് എന്നെക്കാൾ വലിയ ശക്തിയിൽ അചഞ്ചലമായ വിശ്വാസം, അത് അടുത്തതിൽ വരും. ഭയത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് വരും. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ സ്വയബോധത്തിലേക്ക് വരാൻ പറ്റൂ എന്നാണ് രണ്ടാമത്തെ പടി പറയണത്. തന്നെക്കാൾ വലിയൊരു ശക്തിയുള്ള വിശ്വാസം വേണം. പക്ഷെ ആദ്യകാലത്ത് ഒരു ആജ്ഞേയവാദിക്കോ നിരീശ്വരവാദിക്കോ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ സമയത്ത് അതിന് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൂടി, അവർക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ തല്ലിക്കെടുത്തായിരിക്കും ഉണ്ടാവും. ആ ഒരു ചെറിയൊരു നാളമുണ്ടെങ്കിൽ, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു ചെറിയ നാളം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ കൂടി കെടുത്തലാവും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവനവന്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കലല്ല കാര്യം. എന്താണ് ഏലുള്ള വിശ്വാസവും ദൈവസങ്കല്പം എന്താണ്? ബിഗ് ബുക്കിലുള്ള പല കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. ബിഗ് ബുക്കില് 4-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏയുടെ ദൈവസങ്കല്പം എന്താണ്, ഏതാണെന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് പറയാതെ അവനവന്റെ വിശ്വാസം എന്നതാണ്. എത്രയോ പേരെ അവര് കുറ്റപ്പെടുത്തലല്ല, എന്തുകൊണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് അപകടമാണ് ചെയ്യുക എന്നുള്ളത് കൂടി വരാനാണ് വിശ്വാസം എന്നുള്ളൊരു ഭാഗത്തിനെ കുറിച്ച്. ഇനി നമുക്ക് വിശ്വാസത്തിൽ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. കാരണം ഭയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും ഭയത്തിനുള്ള ഒരു എന്താണ് പ്രതിവിധി വിശ്വാസം. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അപ്പൊ നമ്മൾ ആദ്യം രോഗം കവർ ചെയ്തു, വിശ്വാസവും ഇതിന്റെ ഒരു ഭാഗം, ഒരു മേജർ ഭാഗം കവർ ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് ഭയത്തിലേക്ക്. എന്താണ് ഭയം? അപ്പൊ ഈ ഭയത്തിൽ തന്നെ ഇതേ ഇതിൽ തന്നെ ഒരു എന്താ പറയാ, BW ലേഖനമുണ്ട്, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിൽ തന്നെ. ജനുവരി 1962 ജനുവരിയിൽ എഴുതിയതാണ് ദിസ് മാറ്റർ ഓഫ് ഫിയർ എന്ന് പറഞ്ഞിട്ട്. വളരെ ഗംഭീരമായ ആ ഒരു ലേഖനങ്ങളാണ് ഇതൊക്കെ. പറയാൻ പറ്റില്ല. ഈ ഒരു 5 ലേഖനങ്ങള് എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും 5 ശരിക്കും 7 എന്നാലും കൂടി അതൊന്നും വിലമതിക്കാനാവാത്ത ലേഖനങ്ങളാണ് BW. അപ്പൊ അത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിലെ 265-ാമത്തെ പേജിലാണ്. അപ്പൊ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ കയ്യിലുണ്ടാവും, അതിനെ വായിക്കാം. എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമാക്കിയ ട്രാൻസ്ലേഷൻ. ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് ഗ്രീൻ ടീ കട്ടൻ ചായ കിട്ടി. ഞാൻ സിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്റെ ശബ്ദം കേട്ട അലോസരം ഉണ്ടാകണ്ട, ഉണ്ടെങ്കിൽ സോറി. ഭയത്തിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ലേഖനത്തിലേക്ക് പോണതിന്റെ മുമ്പേ ജനറലി ഈ ലേഖനത്തില് എല്ലാ കാര്യം പറയാം. ഭയത്തിനെ കുറിച്ച് ലേഖനം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കൂടുതൽ പറയേണ്ടത്. ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ തന്നെ അതിൽ വരുന്ന വേറെ ചില കാര്യങ്ങൾ. ആദ്യം ഈ ഭയത്തിനെ കുറിച്ചിട്ടുള്ള ചില നിർവചനങ്ങളുണ്ട്. അത് ഈ ലേഖനത്തിന്റെ ആദ്യത്തെ ഇതിൽ തന്നെ പറയുന്നത്, ഭീതിയുടെ അടിത്തറ കുറ്റബോധവും മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന വിഷാദവും. പിന്നെ എന്നിട്ട് അവിടെ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് പഴയ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെയാണ്. റൂസ്വെൽറ്റ് പറഞ്ഞില്ല, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും മുത്തുമണികളാണ്. പല നമ്മൾ പല സ്ഥലത്തും കൊട്ടേഷൻ എടുക്കാറുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞത്, നമുക്ക് പേടിയേ അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കണ്ട.
നമുക്ക് പേടിക്കണമെങ്കിൽ എന്തിനു പേടിക്കണം? പേടിയെ പഠിക്കണം. അത് വളരെ കൃത്യത. അപ്പൊ ഇതില് ഭയത്തിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഭയം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വേറെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. എന്താ ഭയം? ഫിയർ ഈസ് നത്തിങ് more or less than a distorted faith in the negative things of life and the evils that might beset us. എന്താണ് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊന്നുമല്ല, വേറൊന്നിനും ഒട്ടും കുറവല്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു വക്രീകരിച്ച പാതയാണ്, ഒരു വക്രീകരിച്ച വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിൽ എന്താണ് പറയുന്നത്? നെഗറ്റീവ് തിങ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ എല്ലാ എന്താ പറയാ മോശമായ വശങ്ങൾ, പിന്നെ ആൻഡ് ദ ഈവിൾസ് ദാറ്റ് മൈറ്റ് ബിസെറ്റ്, അതുകൊണ്ട് സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ, അങ്ങനത്തെ അല്ലെങ്കിൽ ദോഷങ്ങൾ, ഇതൊക്കെ ഇതിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ആണ് ഭയം എന്നാണ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് വളരെ ശരിയാണ് തോന്നിയോണ്ടാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ അവിടെ ഭയത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറയുന്ന ഫെയ്ത്ത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അത് നമ്മളുടെ ഡെയിലി റിഫ്ലക്ഷനിലും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ ഭയം നമ്മളെ ഈ ലേഖനത്തിൽ തന്നെ 2 സ്ഥലത്ത് ഭയത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ബാക്കിയുള്ളതിലേക്ക് പോവാട്ടോ. നമ്മുടെ 4-ാം പടിയുടെ ഭാഗത്ത് ഭയത്തിന്റെ ലിസ്റ്റൊക്കെ നമുക്ക് എടുക്കാനുണ്ട്, അവിടേക്ക് നമുക്ക് പോകണം തന്നെ. അപ്പൊ അതിന്റെ മുമ്പ് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഈ ലേഖനത്തിൽ എന്താ പറഞ്ഞ? ഭീതിയുടെ അടിത്തറ കുറ്റബോധവും മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന വിഷാദവുമാണ്. ഒന്ന് ആലോചിച്ച് പോകും, എന്തുകൊണ്ടാണ് ഭയം ഉണ്ടാവാനുള്ള സാധ്യത? ഞാൻ ഇതിൽ കുറച്ചും കൂടി എന്താ പറയാ വേറെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഭയത്തിനെ കുറിച്ച്. അത് നമ്മളെ 12 and 12 വന്നിട്ടുണ്ട്. 12 and 12 4-ാം പടി 5-ാം പടി ലേഖനങ്ങളൊക്കെ കാണാം ഭയത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അത് എടുക്കാം. ഇവിടെ ഒന്ന് കുറ്റബോധമാണ് ഭയത്തിൽ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ നിറച്ച് ഭയമായിരുന്നു. ഈവൺ എയിൽ വന്നിട്ടും വിശ്വാസം ഉണ്ടായിട്ടും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടും വേണ്ട രീതിയിലല്ല ഞാൻ വിശ്വസിച്ചത്. അതിവിടെ ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്, നമ്മളുടെ പ്രശ്നം എന്താണ്? വേണ്ടത്ര വിശ്വാസം. അത് പറയുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, അത് എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം, വേണ്ടത്ര ശക്തിയുടെ അഭാവം. അതായത് അപ്പൊ ആ വിശ്വാസം അതിലേക്ക് കണക്ട് ചെയ്യായിരുന്നു എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കണക്ഷൻ കിട്ടാനായിട്ട് എനിക്ക് പല സ്ഥലത്തും പല ഇതുകളും വന്നു. അപ്പൊ ആദ്യ കാലത്ത് വലിയൊരു ഇത് വന്നിരുന്നു, എന്തിനും ഭയമായിരുന്നു. എന്തിനാ ഭയം എന്ന് വെച്ചാൽ ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എനിക്ക് കൃത്യമായിട്ട് പറയേണ്ടത്. പക്ഷെ പല കാര്യങ്ങളിലും ഭയം. എന്തെങ്കിലും കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഭയം. എന്നാൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ എടുത്തു ചാടിയിട്ട് ഓരോന്ന് ചെയ്തിട്ട് അതിന്റെ പരിണത ഫലം ഇന്നതായിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഭയം. പണ്ട് ചെയ്ത ചില തെറ്റുകളും കുറ്റങ്ങളും മനസ്സിനെ അതിൽ ഒരു കുറ്റബോധം കൊണ്ടുള്ള ഭയം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം, എന്ത് സംഭവിക്കും എന്നുള്ള ഭയം. അഭിമാന പ്രശ്നം, പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും അപമാനം നേരിടുമോ എന്നുള്ള. കാരണം ചില ചെയ്ത പ്രവൃത്തികളൊക്കെ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് തിരിച്ചടിക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഭയം, അതെങ്ങനെ വരും? ഇങ്ങനെ നാനാ വിധത്തിലുള്ള ഭയം. എന്തുകൊണ്ടുള്ള ഭയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിലൊന്നും പറയാൻ അറിയില്ല. എന്താണ് നിനക്ക് പേടി, ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ആരെങ്കിലും ചോദിക്കായിരുന്നു ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ പല വിധത്തിലുള്ള ഭയം. ഈ ഭയം മുഴുവൻ അവസാനം എന്നെ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? ഒന്നുകിൽ മദ്യത്തിലേക്കാണ്, അല്ലെങ്കിൽ റിക്കവറിയിൽ വന്ന സമയത്ത് പിന്നീട് എന്നെ കൊണ്ടെത്തിച്ചത് അമിതമായ കോപത്തിലേക്കാണ്. അതായത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്താണ് ഞാൻ എന്താ പറയാ
കത്തിജ്വലിക്കും കോപം കൊണ്ട്. അതിന്റെ കാരണം തന്നെ ഇതാണ്, ഈ മനുഷ്യന്റെ തൃപ്തിയില്ലായ്മ, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വരുമ്പോഴാണ് അതിനുള്ള ഒരു വലിയ കാരണം ഈ ഭയം തന്നെ, പല വിധത്തിലുള്ള ഭയം. അപ്പോ ഇത് ഭയത്തിനെ പരിക്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലായി. അതിന്റെ എഗെയിൻ ആദ്യകാല സ്പോൺസർ എനിക്കായിട്ടുള്ള കുറെ ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അതൊക്കെ എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. അന്നല്ല ഇന്നും അന്നത്തെ ആ കാരണം കൊണ്ടാണല്ലോ പിന്നീട് റിക്കവറിയിൽ പുരോഗമിക്കാൻ സാധിച്ചത്, പുരോഗതി വന്നത്. അപ്പോ ഇനി പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ ഈ ഭയത്തിന്, അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഈ ലേഖനത്തിൽ പറയുന്ന വേറൊരു കാര്യം, ഇത് ഒറ്റയടിക്കുള്ള ഒരു കടുത്ത വിമർശനമാകാം, വിനാശകരമെങ്കിലും ചിലപ്പോൾ ഭയം നല്ല കാര്യങ്ങൾ തുടക്കവുമാകാറുണ്ട്. ചിലപ്പോൾ അത് വിവേകത്തിലേക്കും ആദരവിലേക്കും നയിക്കും. ഭയമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നീതിയിലേക്കും അതുപോലെ വിദ്വേഷത്തിലേക്കും വഴികാട്ടുവാനും കഴിയും. അപ്പൊ ഈ ഭയത്തിന് പല ആസ്പെക്റ്റുകളുണ്ട്, പല പല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തരാണ്. ആദരവും നീതിബോധവും കൂടുമ്പോൾ സഹനമാകുന്ന നിസ്വാർത്ഥ സ്നേഹത്തെ കൂടുതലായി നാം കാണും. ഭയത്തിൽ കൂടെയാണ് പലപ്പോഴും ഇതൊക്കെ സാധിക്കുക. കാരണം ഭയം മറികടക്കാനായിട്ട് വിശ്വാസത്തിന് സാധിക്കും. വിശ്വാസത്തിൽ കൂടുതൽ വിശ്വസിച്ച് അതിന്റെ പ്രാർത്ഥനകളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി മനസ്സ് ശുദ്ധീകരണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്നേഹം പ്രകടവും, നിസ്വാർത്ഥതയുടെ അളവ് കൂടും. ഇതൊക്കെ ഒരു സ്വാഭാവികമായ. അപ്പൊ ഇവിടെ ഭയം എന്താണ് എന്ന് ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കിയിട്ട് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഭയത്തിനെ എങ്ങനെ പരിക്രമിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. ഭയത്തിനെ പരിക്രമിക്കണമെങ്കിൽ വിശ്വാസം. ഒരു ദിവസത്തെ ഇതിലുണ്ടല്ലോ, ഭയം വന്ന് മുട്ടി വിളിച്ചപ്പോ വിശ്വാസം ചെന്ന് വാതിൽ തുറന്നു, അപ്പൊ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വളരെ വളരെ വിലപ്പെട്ട വാക്കുകളാണത്, ഡെയിലി റിഫ്ലക്ഷനിലുള്ളത്. അപ്പൊ അത് ശരിക്കും ജീവിതത്തിൽ വളരെയധികം പലരും നമ്മൾ എല്ലാവരും മിക്കവാറും എല്ലാവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം ഇത് ഭയം മധ്യാസത്തിന് മാത്രമല്ല ഉള്ളൂ, അല്ലാത്തവർക്കുള്ള ഭയം. ഇപ്പൊ ഞാൻ പറയും, എനിക്ക് വേറെ പല കാര്യങ്ങളിലും ഒന്നും ഭയം ഉണ്ടായിരുന്നില്ല. എന്റെ ജീവനിൽ തന്നെ എനിക്ക് ഭയമില്ലാതൊക്കെ ഞാൻ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. അത് അറിവില്ലായ്മയുടെ അഹങ്കാരത്തിന്റെയും ഭാഗമാണ്, അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാൽ കൂടി അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ ചില നിർഭയമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് നിർഭയമായാണോ ചെയ്യുന്നത്, അന്തല്യായാണോ എന്താന്നുള്ള അറിയില്ല. പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും വിവേകപൂർവ്വം ചിന്തിക്കായെന്നുള്ള മനസ്സിലായി. പക്ഷെ നിർഭയമായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഭയത്തെക്കാൾ കൂടുതൽ ബാക്കിയുള്ള ജീവിതത്തിനെ ഫേസ് ചെയ്യാനുള്ളൊരു ഭയം, അത് ഭയങ്കര. അതിനാണ് നമ്മുടെ ഉള്ളില് നമ്മളുടെ ഈ വിശ്വാസം നിറയേണ്ടതുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ബിൽഡബ്ല്യൂയുടെ ഒരു അഭിപ്രായം കേൾക്കാം. ഇതൊരു ദിവസത്തെ റിഫ്ലക്ഷനിലുള്ളതാണ് കേട്ടോ. റിഫ്ലക്ഷനില് അതെ ഉണ്ട്, എക്സ്പെൻസിസിറ്റിലുണ്ട്. ആയതുകൊണ്ട് ഭയപരിഹരണത്തിന് 2 ഘടകങ്ങളുണ്ട്. എന്താ 2 ഘടകങ്ങൾ? ഭയത്തിൽ നിന്ന് നമുക്ക് നേടാനാവുന്നത്ര സ്വാതന്ത്ര്യം നേടാൻ നാം പരിശ്രമിക്കണം. അതെ, ഭയത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ നേടണം. ഇപ്പൊ എന്താണോ ഭയം അതെന്ന്. പിന്നീട് നിലനിൽക്കുന്ന ഭയത്തെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം സംഭരിക്കും, അത് വേണം. അപ്പോൾ ഭയത്തിൽ നിന്ന് ഇപ്പൊ തൽക്കാലം ഞാൻ ഭയത്തിന് എന്താ പറയാ, ഭയത്തെ മറികടന്നാൽ കൂടി പിന്നീടും ചിലപ്പോൾ വേറെയുള്ള ഭയം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ ഭയത്തിന്റെ ചില ബാക്കി ഭാഗങ്ങൾ ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യണം? അതിനെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം സംഭവിക്കണം. അപ്പൊ ഈ 2 ഘടകങ്ങൾ നമ്മൾ ഓർമ്മിക്കണം എന്നും കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇനി ബിൽഡബ്ല്യുവിന്റെ തന്നെ ചില അനുഭവങ്ങൾ പറയുന്നത് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിസ്സാരമല്ലാത്ത വൈകാരിക ക്ഷോഭം എനിക്കുണ്ടായിരുന്നു. കുടുംബാസ്വസ്ഥത, ശാരീരിക വൈകല്യം എന്നിങ്ങനെ പലതും. മറ്റു കുട്ടികൾക്കും വൈകാരിക വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്, എന്നാൽ രക്ഷപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ബിൽഡബ്ല്യു അദ്ദേഹത്തിന്റെ ഷെയറിങ്ങനെ പറഞ്ഞേ, ഞാൻ തൊട്ടാവാടിയും ആയതിനാൽ പേടിത്തൊണ്ടരുമായിരുന്നു. ഞാൻ ഒരിക്കലും മറ്റു കുട്ടികളെ പോലെ ആവില്ല എന്നൊരു ഭയം എന്നിലുണ്ടായി. അതും ഒരു ഭയമാണ്. ഇത് എന്നെ വിഷാദാത്മകതയിലേക്കും പിന്നീട് ഒറ്റപ്പെടലിലേക്കും എറിഞ്ഞു. ഇങ്ങനെ ഇതുപോലെ ചില ഉദാഹരണങ്ങൾ. അപ്പൊ ഈ ഉദാഹരണം വായിക്കുന്നത് എന്തിനാണ്?
ഇതേപോലെയൊക്കെ ഉള്ളത് നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാം ജയാപജയങ്ങളായി എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞുള്ളൂ. ജയപരാജയങ്ങളായി, വിജയം മാത്രം എനിക്ക് സംതൃപ്തി തന്നു. അപ്പൊ അത് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടത് വിജയിക്കുന്നവർ വിജയിക്കുന്നവർ, അത് യുദ്ധത്തിൽ എന്ന പോലെ വിജയിക്കുന്നവർ മാത്രമാണ് വിജയിക്കുക. ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ബിൽ. അപ്പൊ അങ്ങനെ തോന്നിയത് ശരിയല്ലേ? ഒരു യുദ്ധം എങ്ങനെ സാധാരണ വിജയിക്കുക? യുദ്ധത്തിൽ ശരിക്കും ആരും വിജയിക്കില്ല, എല്ലാവർക്കും നാശനഷ്ടമാണ് പറഞ്ഞത്. എത്ര പേര് മരിക്കുന്നു രണ്ട് ഭാഗത്ത്. പക്ഷെ അവിടെ വിജയിക്കുന്നവരെ, ആ യുദ്ധത്തില് ആരാണ് കൂടുതൽ ശക്തിയിൽ മറ്റുള്ളവരെ സംഹരിച്ച് മുന്നേറണം, അവര് മാത്രം വിജയിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിജയം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ആണ് ഒരു സംതൃപ്തി കിട്ടിയിരുന്നത്. ഓൾ ഓർ നത്തിങ് എന്നൊക്കെ ഇത് പിന്നീട് പല സ്ഥലത്തും ബിൽഡബ്ല്യു തന്നെ പറഞ്ഞിട്ട് അദ്ദേഹം. അപ്പോ ഇതായിരുന്നു പേടിക്കുള്ള എൻ്റെ തെറ്റായ മറുമരുന്ന്. എല്ലാറ്റിലും ജയിക്കുക. കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഈ ഭയങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് എല്ലാറ്റിലും ജയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതിൽ കുറെയൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇനി പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പേടിയിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള എൻ്റെ അടിത്തറ വിശ്വാസമാണ്. മറിച്ച് എങ്ങനെ കാണപ്പെട്ടാലും അർത്ഥവത്തായ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് വിശ്വാസം മറികടക്കുക? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലും ഞാനിപ്പോൾ റിക്കവറിയിലാണ്. ഞാൻ എൻ്റെതായ ഒരു മോചന മാർഗം ഏയുടെ കൈപ്പിടിയിലുള്ള എൻ്റെതായ ഒരു ശക്തിയിൽ, എന്നേക്കാൾ വലിയ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നീങ്ങുമ്പോൾ എനിക്ക് എന്താണ്, ഞാൻ അർത്ഥവത്തായ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം വരികയാണ് എനിക്ക്. യെസ്, ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇതിനർത്ഥം നീതിയും ശക്തിയും സ്നേഹവുമായ സൃഷ്ടികർത്താവിലുള്ള വിശ്വാസം തന്നെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ പോലെ നീതിയും ശക്തിയും സ്നേഹവുമായ ഒരു സൃഷ്ടികർത്താവിലുള്ള വിശ്വാസം. ഈ വിശ്വാസം തന്നെയാണ് വരുന്നത്. പിന്നീട് ഇനി എത്ര മെല്ലെയായിരുന്നാലും ഞാൻ ദൈവത്തിന്റെ ഛായയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ്, അതായത് ദൈവീകതയിലേക്ക് ഞാനും എത്തിപ്പെടണം എന്നായിരിക്കാം എന്ന് ദൈവം വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം എനിക്ക് ഉണ്ടായാൽ മതി, ഞാൻ പുരോഗമിക്കും തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. കാരണം ഞാൻ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ വിശ്വാസം വരുന്നതിന് മുമ്പ് ശത്രുതയുടെയും ക്രൂരതയുടെയും ഒരു ലോകത്ത് അന്യനായിട്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അവിടെ എനിക്ക് ഒരു ആന്തരിക സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. ശരിയല്ലേ? ഇപ്പോ നമ്മളൊന്ന് ആലോചിച്ചു ശരിക്ക്. ഞാനിപ്പോ ഈ വിശ്വാസത്തിനോ ഭയത്തിനോ വല്ല വേറെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തന്നെ ഇന്നത്തെ ദിവസം വലിയൊരു നല്ല ദിവസമായിട്ട് തോന്നുന്നു. കാരണം എനിക്ക് ഇതിൽ കൂടെ ഒന്നുകൂടി പോകാൻ സാധിച്ചു. അത് ഈ ജാലയിൽ രാമചന്ദ്രൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യമായിട്ട് നന്ദി. അപ്പൊ നമ്മളല്ലാണ്ട് സൈക്കോളജിയും മറ്റേ ക്ലാസ്സുകളൊക്കെ നമുക്ക് കേട്ടോണ്ട് മാത്രം നടക്കാറുണ്ടോ? നമ്മളെ പോലുള്ള ആൾക്കാർ, നമ്മളുടെ സമാനമായി ഇത്രയും ഈ പാത കാണിച്ചു തന്ന ബിൽഡബ്ല്യുവിന്റെ അനുഭവം കൊണ്ട് കൂടെ പോവാന്ന് പറഞ്ഞാൽ അതിൽ മഹത്തായിട്ടുള്ള എന്താ ഉള്ളത്? ഇനി കോളിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ ഈ വൈഷമ്യത്തെ പറ്റി ഒരു ദൃഢവിശ്വാസം ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ കോളിയുങ്ങിനുണ്ടായിരുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് കേൾക്കാട്ടോ വിശ്വാസത്തിനെ കുറിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഇപ്രകാരം: 40 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും താൻ ആരാണെന്നോ എവിടെയാണെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് ഒരു മനോരോഗി ആകാതിരിക്കാൻ കഴിയുകയില്ല. അതായത് ഒരു ലക്ഷ്യമില്ല, ഒന്നും ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരാണ് 40 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനോരോഗി തന്നെയാണെന്ന് പറഞ്ഞു. അയാൾ ലൈംഗികമായും സാമ്പത്തികമായും സാമൂഹികമായും ഒരു വിജയമോ പരാജയമോ എന്നത് ഇതിന് ബാധകമല്ല. ഈ ഒരു അവസ്ഥയ്ക്ക്, മനോരോഗത്തിന്റെ അവസ്ഥയ്ക്ക്. എത്ര രസകരമായിട്ട് കാളുകൾക്ക് പറഞ്ഞതെന്നുള്ളത്. ഞാനൊക്കെ ഏകദേശം ആ ഘട്ടത്തിലും കൂടി അങ്ങനെയായിരുന്നു. എന്നോട് 40 വയസ്സ് കഴിഞ്ഞ കാലത്താണ് എൻ്റെ അമ്മ ചോദിച്ചത്, നാണമില്ലേ, വയസ്സ് 40 കഴിഞ്ഞു,
എന്നിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് നാണോ ഇല്ലെന്ന് എന്നോട് എന്റെ സ്വന്തം അമ്മ എന്നോട് ചോദിച്ചു. അന്ന് അമ്മയോട് ഞാനെന്ത് തർക്കത്തിലും പറഞ്ഞു, അത് വേറെ വിഷയം. ഞാൻ കുടിച്ച ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുള്ള ഇതാണത്. അതായത് ഒരു ദിവസം വല്ലാണ്ട് കുടിച്ച് പ്രശ്നമായിട്ട് എങ്ങനെയോ വീട്ടിലൊക്കെ രാത്രി എത്തിപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെയാണ് എന്നോട് ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടിട്ടുണ്ട് വീണ്ടും ഞാൻ കുടിക്കാൻ പോയി, അത് വേറെ വിഷയം. അപ്പോ നമ്മൾ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ അതായത് താൻ ആരാണെന്ന് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല, എങ്ങോട്ട് പോകുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതായിരുന്നു എന്റെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാള് അയാള് മനോരോഗി ആയേ പറ്റൂ എന്നാണ് പറഞ്ഞത് കാളിങ്. ഇനിയോ അപ്പൊ എന്നിട്ട് വില്ലമ്പി പറഞ്ഞു, അതുകൊണ്ടാണ് ഏയിൽ നമ്മേക്കാൾ വലിയൊരു ശക്തിയുള്ള വിശ്വാസം ഞങ്ങൾ ഊന്നി പറയുന്നത്. ആത്മാവിലും അനുഗ്രഹത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം തങ്ങൾ വിഭാവനം ചെയ്യുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ അവസ്ഥാവിശേഷത്തിലേക്കുള്ള ഞങ്ങളുടെ അന്വേഷണം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. നോക്കൂ, എത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഇനി ഫിയറിന്റെയും വിശ്വാസത്തിന്റെയും കൂടി വേറൊരു കണക്ഷൻ കൂടി. നമുക്ക് ഭയം വരുന്നത് എങ്ങനെയാണ്? നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷെ അതിന്റെ വേറെ ചില ആസ്പെക്റ്റും കൂടി നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കിട്ടും. ഒന്ന്, എനിക്ക് അമിതമായ എന്താ പറയാ അഭിമാനബോധം. രണ്ട്, അത് അമിതമായ ഉടമസ്ഥതാബോധം, അമിതമായ അത്യാഗ്രഹങ്ങൾ, അമിതമായ അല്ല അത്യാഗ്രഹങ്ങൾ, കുറ്റബോധം, മറ്റുള്ളവരിലുള്ള അമിതമായ ആശ്രയത്വം. ഇതൊക്കെ ഭയത്തിലേക്ക്. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ ഇതില്ലാത്തതാണ്. ഈ ആത്മവിശ്വാസം വരുന്നത് എനിക്ക് ദൈവത്തിൽ എന്നേക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുന്നു. ഇത് വളരെയധികം റിലേറ്റഡ് ആണ്. ഇപ്പോ 4-ാം പടിയിലെ ലേഖനത്തിലെ 12 പറയുന്നുണ്ട്, 51-ാമത്തെ പേജിൽ, സാമ്പത്തികവും വൈകാരികവുമായ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഭൂരിഭാഗം മദ്യപാനികൾക്കും പ്രധാനപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞെന്താണ്? ഇത്തരം മേഖലകളിൽ ഭയം, അത്യാഗ്രഹം, സ്വാർത്ഥമായ ഉടമസ്ഥത, അഭിമാനം എന്നിവ ഞങ്ങൾക്ക് പരമാവധി ദൂഷ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി തന്നെ ഭയം വീണ്ടും വരുമ്പോ ഇതിൽ കൂടെയൊക്കെ വരുന്നതാണ് അമിതമായ ഉടമസ്ഥാബോധം. ഇത് ഒരു വിധത്തിൽ സ്ത്രീകൾക്ക് നല്ലതാണ്. കാരണം എന്നാലേ അവർക്കൊരു എന്താ പറയാ, അവർക്ക് പ്രസവിക്കാനും കുട്ടിയെ വളർത്താനൊക്കെ സാധിക്കുള്ളൂ. ആ സ്നേഹമൊക്കെ കൊടുത്തിട്ട് ഒരു അമ്മ എന്നുള്ള ഉടമസ്ഥാബോധം വരുന്നത്. പക്ഷെ അത് അമിതമാവാൻ പാടില്ല. അതൊരു ഭർത്താവിന്റെ മുകളിലാണെങ്കിലും, ഇപ്പോൾ ലേഡി ആൽക്കഹോളിക് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളാണെങ്കിലും, ആരായാലും, ഒരു സാധാരണ മനുഷ്യനായാലും അമിതമായ ഉടമസ്ഥാബോധം ആവശ്യമില്ല. അത് നമ്മളെല്ലാം ഇവിടെ 3-ാം പടിയുടെ കാര്യത്തിൽ വളരെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇവിടെ വെറും ഏജന്റ് മാത്രമാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഏൽപ്പിച്ചു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉടമസ്ഥത ഉള്ളൂ. അത് ഉടമസ്ഥത അല്ലാതെ അതിന് രക്ഷാകർത്തൃത്വം ഉള്ളൂ. ശരിക്കും ഉടമസ്ഥത നമ്മളെക്കാൾ വലിയൊരു ശക്തിക്കാണ്, അല്ലെങ്കിൽ ദൈവം വിശ്വസിക്കുകയാണ്, ദൈവത്തിനാണ്. അത്രേ ഉള്ളൂ. സൃഷ്ടാവനാണെന്നാ പറയുന്നത്. ആ ഒരു മനോഭാവത്തിൽ വേണം ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭയം വരുന്നില്ല. ഇങ്ങനെ ഭയം വരുമ്പോൾ, ഭയത്തിനെ മറികടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് കൂടുതൽ നമ്മളെക്കുറിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഈ ഭയത്തിനെയും ഇതിനൊക്കെ മറികടക്കാനായിട്ട് എന്താണ് വേണ്ടത്? വേണ്ടത് നമ്മൾ ഈ പടികൾ പ്രവർത്തിക്കും. ആൽക്കഹോളിക്സിനാണ് ഇത് പ്രവർത്തിക്കുമ്പോൾ വീണ്ടും എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ രോഗത്തിന്റെ 3-ാമത്തെ കാര്യം, ആത്മീയമായ വ്യാധിയെ നമ്മൾ തരണം ചെയ്യും. അങ്ങനെ തരണം ചെയ്യുമ്പോൾ മാനസികമായ പീഡ ഉണ്ടാവുന്നില്ല. മാനസികമായ പീഡ ഇല്ലാത്തടത്തോളം കാലം, ഇല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നു. അത് തടഞ്ഞു നിർത്തപ്പെടുത്തുന്നിടത്തോളം കാലം ആദ്യത്തെ ഒരു കവിള് മദ്യം കഴിക്കുന്നില്ല. ആദ്യത്തെ കവിള് മദ്യം കഴിക്കാത്തടത്തോളം കാലം ഈ രോഗത്തിന്റെ നമ്മുടെ എന്താ പറയാ അലർജി എന്ന് പറയുന്ന ആർത്തിയോടല്ല, കുടിക്കാൻ വീണ്ടും വേണം എന്നുള്ള ക്രേവിങ്, അത്
സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തരാക്കി ജീവിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനുള്ള, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കണ്ടമാനം നേരം സംസാരിക്കാനുണ്ട്. അതിനർത്ഥമില്ല, പറഞ്ഞു തന്നെ റിപ്പീറ്റഡ് ആവും. വേറെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കോട്ടിങ്ങും ധാരാളം ഉണ്ട്. നമ്മളുടെ ലിറ്ററേച്ചറുകളിൽ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും വിൽഡബ്ല്യുവിൻ്റെയും അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളിലൊക്കെ ഇതിനൊക്കെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 5 ലേഖനങ്ങൾ എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന 5 ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളിൽ നിന്ന് ഇന്ന് 2 എടുത്തിട്ടും പിന്നെ നമ്മളുടെ ബിഗ് ബുക്കും ഇതിനെയും ആസ്പദമാക്കിയിട്ടാണ് സംസാരിച്ചത്. അത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും അറിയും, നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് വേണ്ട സമയത്ത് ആ അറിവ് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ആ വേണ്ട സമയത്ത് അറിവ് കിട്ടാനായിട്ട് ദൃഢമായ വിശ്വാസത്തോടു കൂടി ചിട്ടയായിട്ടുള്ള ഈ പടികളിൽ കൂടെയുള്ള യാത്ര, ജീവിത രീതിയിൽ കൂടെയുള്ള യാത്ര ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. വൺ ഡേ അറ്റ് എ ടൈം ആയിട്ട് നമുക്കൊക്കെ മുന്നേറാൻ പറ്റും. എല്ലാവർക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ സർവ്വജന ദൈവം പ്രദാനം ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.